ശ്രുതിക്ക് വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ആവർത്തന പുസ്തകം 25-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി കീഴടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയണം. ഇത് മറന്നു പോകരുത് എന്ന ഒരു വലിയ കൽപ്പന ദൈവത്തിന്റെ ആത്മാവ് സ്രാജനത്തിന് മോശയിലൂടെ നൽകിയതാണ്. പ്രൈസ് ദി ലോർഡ്. അമാലേക്കിന്റെ ഓർമ്മയെ നീക്കിക്കളയണം. ഹല്ലേലൂയ. അത് തന്നെയല്ല, നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല ശത്രുക്കളെ നീക്കി ഹല്ലേലൂയ നിനക്ക് സ്വസ്ഥത തരുമ്പോൾ ജീവിത വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ഇസ്രായേലിന് ഇത്രമാത്രം വലിയൊരു ആലോചന ദൈവം കൊടുക്കുമ്പോൾ നാം പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ അത് പഠിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രായേൽ ദൈവ കൽപ്പന മറുതലിച്ചതുകൊണ്ടും മറുത്തതുകൊണ്ടും അവർക്കിടയിൽ വന്ന വലിയ സംഭവങ്ങളെ, വലിയ പ്രതികൂലങ്ങളെ, അവരനുഭവിച്ച ന്യായവിധികളെയൊക്കെ വിശുദ്ധ തിരുവെഴുത്തുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കതിനൊരു ഗുണപാഠമായിട്ട് ദൈവം തന്നിരിക്കുക. ഈ തലമുറയിലുള്ള ജനം അതേ അനുഭവത്തിലേക്ക് പോകാതെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്ന് പറയുന്നവർ ആത്മീയ അഭിനയം നടത്താതെ ആത്മാർത്ഥമായി ആരാധിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പല സഭകളിലും കാണുന്നത് ആത്മീയ അഭിനയമാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാതെ ജഡത്തിന്റെ പ്രവർത്തികളാണ് പലരും ചെയ്യുന്നത്. അമാലേക്കിന്റെ ഓർമ്മയെ മായ്ച്ചു കളയണമെന്ന് പറയുമ്പോൾ കഴിഞ്ഞകാല പാപങ്ങളെ നീക്കിക്കളയാതെ പലരും ഇന്നും ആ പാപത്തെ വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഈ ചിലരൊക്കെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ അത് അനുഭവം പലർക്കും അറിയില്ല. എന്താണ് വീണ്ടെടുപ്പ്, എന്താണ് രക്ഷ, എന്താണ് മാനസാന്തരം, എന്താണ് വിശ്വാസ സ്നാനം, പരിശുദ്ധാത്മാവിന്റെ സ്നാനം, അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്താണ്, ആ വേർപാടെന്താ, വിശുദ്ധ ജീവിതം എന്താ, പ്രാർത്ഥന എന്താ, ആരാധന എന്താ, കൂട്ടായ്മ എന്താ, അപ്പനുറുക്കൽ എന്താ എന്നൊന്നും അറിയാതെ സഭയ്ക്കകത്ത് വന്നിരുന്ന ആത്മീയ അഭിനയം നടത്തുന്നവരുണ്ട്. അവർ ഹല്ലേലൂയ പറയും, സ്തോത്രം പറയും, അവർ സ്തുതിക്കും, അന്യഭാഷ പറയും, അവർ നൃത്തം ചെയ്യും, ഇതൊക്കെ അവർ ചെയ്യും. പക്ഷെ അതെല്ലാം ഒരു അഭിനയമാണ്. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധിയില്ലാതെ അമാലേക്കിന്റെ ഓർമ്മയെ മായ്ച്ചു കളന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞകാല പാരമ്പര്യ പാപങ്ങളിൽ നിന്ന് നീക്കിക്കളയാതെ എന്തെല്ലാം അഭിനയിച്ചാലും ദൈവം പ്രസാദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രസാദിക്കണമെങ്കിൽ ആരാധന ആത്മീയ അനുഭവമായിരിക്കണം. ആത്മീയ അഭിനയമല്ല, ആത്മീയ അനുഭവം. എന്നാൽ ഇന്നത്തെ സഭകളിലെല്ലാം നടക്കുന്നത് ആത്മീയ അഭിനയമാണ്. അവൾ നന്നായിട്ട് ചാടുന്ന അതിനെക്കാട്ട് 2 സ്റ്റെപ്പ് കൂടെ എനിക്ക് ഉയർത്തി ചാടണം. അവൻ നന്നായിട്ട് സ്വോത്രം അതിനെക്കാട്ട് ഒന്നുകൂടെ എനിക്ക് സ്വോത്രം പറയണം. അങ്ങനെയൊക്കെ വാശിയ. ഹല്ലേലൂയ. എന്താണ് കർത്താവ് പറയുന്നത്? ഹല്ലേലൂയ. ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി കീഴടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ അമാലേക്കിന്റെ ഓർമ്മയെ മായ്ച്ചാടണം. നമുക്ക് ദൈവം ഒരു സ്വസ്ഥത തന്നു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ കാല പാപങ്ങളെ മുഴുവൻ നീക്കിക്കളഞ്ഞിട്ട് ആത്മാവിൽ ആരാധിക്കണം. ഹല്ലേലൂയ. ചിലർക്കൊണ്ട് കഷത്തിൽ ഇരിക്കുന്നത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും ചെയ്യുന്ന പഴമക്കാർ പറഞ്ഞത് പഠിച്ചല്ല. അങ്ങനെ പലരും കഷത്തിലിരിക്കുന്ന പോകാൻ വേണ്ട പഴയ ഉത്തരത്തിൽ എടുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ആമേന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ സുവിശേഷത്തിൽ ദൈവത്തെ മാമോനെയും കൂടെ സേവിക്കുക. അവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണം. അക്കരെ നിൽക്കുമ്പോൾ തോന്നുന്നു ഇക്കരയാണ് നല്ലത്, ഇക്കരെ നിൽക്കുക അക്കരയാണ് നല്ലത്, അക്കരെ പച്ച ഇക്കരെ പച്ച നമ്മൾ പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞ അനുഭവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നീ സത്യസന്ധമായി ആത്മാവിൽ വീണ്ടെടുപ്പിന്റെ അനുഭവം പ്രാപിച്ചുകൊണ്ട് ആരാധന അത് വെളിപ്പെടുത്തണം. ഇതൊരു അഭിനയമല്ല. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിയാൽ മനസ്സിലാകുന്നത് ഇന്ത്യക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗമഹിമകളെ വെടിഞ്ഞ് ദൈവത്തോടുള്ള സമ്മതം മുറുകെ പിടിച്ചുള്ള വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാധ്യതയിലായി
തന്നെത്താൻ ഒഴിച്ച് ക്രൂശിക മരണത്തിൽ അനുസരണമുള്ളവനായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശികരണം ആത്മീയ അഭിനയമല്ല, അത് ആത്മീയ അനുഭവം. വീണ്ടെടുക്ക ദൈവമക്കൾക്ക് വേണ്ടി തന്റെ ശരീരം ഈ ഭൂമി തകർത്തതാണ്. അല്ലെങ്കിൽ ആ വില നമ്മൾ അറിയണം. ആ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ പരമയാഗം എന്താണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ ഈ ലോകം ഈ നാളുകൾ മുഴുവൻ ആമേന്റെ സ്വന്തം മലയാളിയോടുണ്ട് അവിടെല്ലാം ഓണാഘോഷിക്കുക. ഈ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, മറ്റു സ്ഥലങ്ങളിലൊന്നുമില്ല. അല്ലേ? പിന്നെ ജനം പറയുന്നത് ഇതങ്ങ് ഭയങ്കര ദേശീയോത്സവമാണ്. അത് കേരളത്തിൽ മലയാളികൾ ഉള്ളിടത്തൊക്കെ മറ്റു സ്ഥലങ്ങൾ അവരെ ചെയ്യും, അല്ലാതെ എല്ലാവരും ഇത് ചെയ്യത്തില്ല. അല്ലേ? അപ്പൊ ഇവിടെ എല്ലാവരും ചെയ്യുന്നത് ഓണം ആഘോഷിക്കുക. എന്താ, മഹാബലി പാതാളത്തിൽ നിന്ന് വരുന്നു. മഹാബലി പാതാളത്തിൽ വരുമ്പോൾ മഹാബലി എതിരേക്കാൻ വേണ്ടി മുറ്റത്തെല്ലാം അത്തപ്പൂക്കളെ വിട്ട് വളരെ സന്തോഷത്തോടെ, വളരെ ആഡംബരത്തോടെ അയൽക്കാരെല്ലാം വിളിച്ചുകൂട്ടി അത്തപ്പൂക്കള മത്സരമൊക്കെ നടത്തി, ഓണാഘോഷ പരിപാടികളൊക്കെ നടത്തി മഹാബലിയെ സ്വീകരിക്കുന്ന ഒരു അനുഭവം. അല്ലേ? ഈ മഹാബലി എന്ന് പറയുന്ന ആളും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടു പോയവനാ. അല്ലേ? പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടു പോയവൻ വീണ്ടും പാതാളത്തിലേക്ക് കയറി വരുമെന്ന് പറയുന്നൊരു വിശ്വാസമാണ്. അതൊരു ഐതിഹ്യം, ഒരു കഥയാ, ചരിത്രമല്ല ഇതൊന്നും. അല്ലേ? എന്നാൽ മാനവകുലത്തിന്റെ പാപത്തിനു വേണ്ടി, മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം കൊടുക്കുവാൻ, മാനവകുലത്തിന്റെ പാപത്തെ പൂർണ്ണമായി ശുദ്ധീകരിച്ച് അവനെ നീതീകരിക്കുവാൻ, വിശുദ്ധീകരിക്കുവാൻ വേണ്ടി, അവന് പാപത്തിൽ നിന്ന് മോചനം കൊടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവാണ് സകല ജനത്തിനു വേണ്ടി മഹാബലിയായി തീർന്നത്. അതൊരു കടങ്കഥയല്ല, അതൊരു ഐതിഹ്യമല്ല, അത് പാതാളത്തിൽ വരുന്നതല്ല. യേശുക്രിസ്തുവിനെ കല്ലറയിൽ പാതാളത്തിൽ അടക്കം ചെയ്തുവെങ്കിലും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തവനാണ്. അവൻ ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. അതുകൊണ്ട് ലോകം മുഴുവൻ, അല്ലെങ്കിൽ അവൻ മലയാളി എവിടെയുണ്ടോ അവരെല്ലാം ഓണാഘോഷം കൊള്ളുമ്പോൾ വേർപെട്ട ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയ, നമുക്ക് വേണ്ടി മഹാബലിയായി മാറിയ കർത്താവായ യേശുക്രിസ്തു മാത്രമാകട്ടോ. അല്ലേലിയ, യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ് ഞാനും നിങ്ങളും. അല്ലേലിയ, വിശ്വസിക്കുന്നവർക്ക് കേട്ടോ. ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റും, ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, ചിലർക്ക് അംഗീകരിക്കും, ചിലർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ അത് ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ അനുസരിച്ച് ചെയ്യാം. പക്ഷെ എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുക, എനിക്ക് തന്ന കാഴ്ചപ്പാടുകളാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് അമാലേക്കിന്റെ ഓർമ്മയെ മായ്ച്ചു കളയണം. കഴിഞ്ഞകാല ജീവിതത്തിന്റെ പാരമ്പര്യങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്ന, മഹാബലിയായി തീർന്ന, അവസാനത്തുള്ളി രക്തം വരെ തന്ന, മനുഷ്യന് വേണ്ടി ജീവൻ അർപ്പിച്ച, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറും വിരൂപമായി തീർന്നവൻ, കാൽവരിയിൽ മരക്കുരിശിൽ കൈകാലുകൾ കാര്യരുമ്പാണിയാൽ തറയപ്പെട്ടവൻ, മുൾക്കിരീടധാരിയായി മാറിയവൻ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ശരീരം ഉഴവുചാലുപോലെ നീളത്തിൽ കീറി പടയാളികൾ ചാട്ടം വാറുകൊണ്ടടിച്ച് നമ്മുടെ കർത്താവിനെ നിങ്ങൾ ക്രൂശിലേക്ക് നോക്കൊരു മാംസപ്പെട്ട പോലെ കിടക്ക. എന്തിനാണ് കർത്താവൻ അങ്ങനെ ആ ക്രൂശിലെ കഷ്ടത അനുഭവിച്ചത്? പാപത്തിൽ മുങ്ങിക്കിടക്കുന്ന, ശാപത്തിൽ മുങ്ങിക്കിടക്കുന്ന മനുഷ്യന് മോചനമില്ലാതെ അവൻ എന്നും പാപത്തിൽ മരിച്ച് നിത്യമായി നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ നരക ന്യായവിധി ജനത്തെ വിടിവിക്കാൻ, നരകക്കടൻ ജനത്തെ വിടിവിച്ച് അവന് നിത്യത നൽകാൻ വേണ്ടി, നിത്യമായി സ്വർഗം, ആ സ്വർഗ പർദീസ ദൈവം നമുക്ക് നൽകാൻ വേണ്ടി യേശു നമുക്ക് വേണ്ടി മഹാബലിയായി മാറി. പ്രൈസലോ, വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെ അതാണ് കേട്ടോ. അതുകൊണ്ട് ദൈവം അല്ലെങ്കിൽ നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തരുമ്പോൾ, അല്ലേലിയ, നീ സ്വസ്ഥതയോടെ ആയിരിക്കുമ്പോൾ, നിനക്ക് പണം ഉണ്ടാകും, പ്രതാപം ഉണ്ടാകുമ്പോൾ, നിനക്ക് പാരമ്പര്യത്തിന്റെ മഹിമകളും പേരും പെരുമയൊക്കെ പറഞ്ഞ് നടക്കാതെ നിനക്ക് സ്വസ്ഥത എന്ന കർത്താവിനെ നീ അറിഞ്ഞുകൊണ്ട് നിന്റെ കഴിഞ്ഞകാല പാപങ്ങൾ, അമാലേക്കിന്റെ ചിന്തകളെ നീ നീക്കിക്കളയണം. പ്രൈസലോ, അല്ലേലിയ. ഇതൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ വിമർശിക്കും. അല്ലേലിയ, ഒരുപാട് വിമർശനങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുള്ളതുകൊണ്ട് നമുക്കതൊക്കെ ഒരു പഴങ്കഥ പോലെ. അല്ലേലിയ, വിമർശനങ്ങൾ ഞങ്ങൾക്കല്ല ഒരു പഴങ്കഥയാണ്. അത് പറയുന്ന ഒരു വിമർശനം. പക്ഷെ സത്യം ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. സത്യം ഞങ്ങൾ തല പോകുന്നിടം വരെ, ഞങ്ങളുടെ ജീവൻ പോകുന്നിടം വരെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസലോ. അപ്പൊ അമാലേക്കർ ഇസ്രായേലിന്റെ ശത്രുക്കളായിരുന്നു. അമാലേക്കർ ഇസ്രായേൽ ജനത്തിന്റെ ശത്രുക്കളായിരുന്നു. ഇസ്രായേലിയർ കാനാനെ നോക്കി പ്രയാണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യം നേരിട്ട ശത്രു അമാലേക്കരാണ്. അല്ലെങ്കിൽ ഇസ്രായേൽ ജനം കനാനിലേക്ക് പോകും തോറും ആ കനാനിലേക്ക് കാലുകുത്തുവാൻ കഴിയാത്ത, കനാനിലേക്ക് ഇവരെ പ്രവേശിപ്പാൻ കഴിയാത്ത നിലയിൽ അവർക്കെതിരെ നിൽക്കുന്ന ശത്രു അമാലേക്കരാണ്. അവർ ഇസ്രായേലിന്റെ സ്വസ്ഥതയെ നശിപ്പിച്ചു കൊണ്ടിരുന്നു. ആകയാൽ ദൈവത്തിന്റെ കോപം അമാലേക്കരുടെ മേൽ ആളിക്കത്തി.
പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ സാഹചര്യത്തിനെതിരെ വലിയ കടുത്ത പോരാട്ടങ്ങളുമായി അമാലേക്കിൽ വന്നപ്പോൾ ദൈവത്തിന്റെ കോപം അമാലേക്കിന്റെ മേൽ വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ആമേൻ, ഇതൊരു പ്രവചനീയമായ ഒരു നിർദ്ദേശമായിരുന്നു. ഏകദേശം ഹല്ലേലൂയ ആമേൻ 400 വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗലാണ് ഈ പ്രവചനം ഭാഗികമായി നിറവേറ്റിയതെന്ന് 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ ദൈവകൽപ്പന പരിപൂർണമായി നിറവേറ്റുന്നതിൽ പരാജയമടഞ്ഞ ശൗലിനെ ദൈവം രാജസ്ഥാനത്തു നീക്കി. ഹല്ലേലൂയ. ദൈവം കൊടുത്ത കൽപ്പന എന്താണ്? നിങ്ങൾ ചെല്ലുന്ന ദേശത്ത് അമാലേക്കിന്റെ ഓർമ്മയെ പൂർണ്ണമായി മാറ്റിക്കളയണമെന്ന് പറഞ്ഞെങ്കിലും ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗല് അമാലേക്കിന്റെ ഓർമ്മയെ പൂർണ്ണമായി മാറ്റിക്കളയാതെ അതിനകത്തൊരു അപഹരിച്ചെടുക്കുന്നത് പോലെ ചിലതൊക്കെ അപഹരിച്ചെടുത്തതുകൊണ്ട് ശൗലിന്റെ രാജ്യത്വം നഷ്ടപ്പെട്ടു പോയി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, അമാലേക്കിന്റെ ഓർമ്മയെ മായ്ച്ചു കളയാതെ ഇന്നും പഴയ പാരമ്പര്യത്തിനകത്ത് നീ കടിച്ചു നിൽക്കുകയാണെങ്കിൽ നിന്നെ ദൈവം അമാലേക്കിനെ നീക്കിക്കളഞ്ഞ പോലെ നിന്നെ നീക്കിക്കളയും. നിനക്ക് അഭിനയിക്കാൻ പറ്റും. ഞാൻ സഭാവിശ്വാസിയാണ്, സഭയുടെ ആളാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടവൻ, സ്ഥാനപ്പെട്ടവൻ, ഞാൻ അന്യഭാഷ പറയുന്നുണ്ട്, സ്വോത്രം പറയുന്നുണ്ടെങ്കിൽ നിനക്ക് അഭിനയിക്കാൻ പറയാൻ പറ്റും. പക്ഷേ ശൗലിന്റെ രാജസ്ഥാനം നീക്കിക്കളഞ്ഞ ദൈവം നീ പഴയ പാപത്തിലേക്ക് പോകുമ്പോൾ നിന്റെ വീണ്ടെടുപ്പിന്റെ അനുഭവം നിനക്ക് നഷ്ടമാകുക. ചിലവരുടെ രക്ഷ നഷ്ടപ്പെടത്തില്ല. എന്ത് പാപം ചെയ്തുകൊണ്ട് നേറ്റു പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ബിരുദന്മാരുണ്ട്, വ്യാജന്മാര്, വ്യാജ പ്രവാചകന്മാരുണ്ട്. നീ പാപം ചെയ്തു എന്നിട്ട് ഏറ്റു പറഞ്ഞാൽ മതി, ഉപേക്ഷിക്കരുത്, ഏറ്റു പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ പറയുന്ന വ്യാജ ഉപദേശകന്മാർ സഭയ്ക്കകത്ത് പെരുകി അവർ അമാലേക്കിന്റെ ശക്തിയെ കൊണ്ടുവരുന്ന സഭയ്ക്കകത്ത് അമാലേക്കിന്റെ ഓർമ്മയെ മായ്ച്ചു കളയേണ്ട സ്ഥാനത്ത് വിശ്വാസികളിലേക്ക് അമാലേക്കിന്റെ ഉപദേശങ്ങളെ കടത്തി കൊടുക്കും. ഹല്ലേലൂയ. വ്യാജ ഉപദേശകന്മാരെ, ദുരുപദേശന്മാരെ, കള്ളപ്രവാചകന്മാരെ നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നത് അമാലേക്കിന്റെ ഓർമ്മയെ നീക്കിക്കളഞ്ഞ ശൗലിന്റെ രാജസ്ഥാനത്തെ ദൈവം നീക്കിക്കളഞ്ഞതുപോലെ നിന്നെ ദൈവം നീക്കിക്കളഞ്ഞതാണ്. അതുകൊണ്ടാണ് നീ അമാലേക്കിന്റെ ചിന്തയും ഓർമ്മയും പഠിപ്പീരുമായിട്ട് നീ സഭ കയറി നടക്കുന്നത്. അങ്ങനെ ഞായറാഴ്ചയായി കഴിയുമ്പോൾ ഒരു വേലയ്ക്കും പോകാത്ത കുറെ ആളുകളുണ്ട്, വ്യാജ ഉപദേശം പറയുന്നത്. അവരിങ്ങനെ സഭയിൽ രാവിലെ വന്നിട്ട് അവരുടെ ഉപദേശങ്ങൾ തന്ത്രങ്ങൾ സഭയ്ക്കകത്ത് ചെലുത്തിച്ചു പോകും. വളരെ സൂക്ഷിക്കണം പാസ്റ്റർമാര് കേട്ടോ. ഹല്ലേലൂയ. വിശ്വാസികളൊക്കെ വളരെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എക്കണോമിലൊക്കെ പറഞ്ഞ താഴെ ഇടുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ദൈവകൽപ്പന ലംഘിച്ച ശൗലിന്റെ രാജസ്ഥാനം അവന് നഷ്ടമായി, നീക്കി കളഞ്ഞു. പിൽക്കാലത്ത് അമാലേക്കിന്റെ ശേഷിപ്പിനെ ശിമിയോന്യർ നശിപ്പിക്കുകയുണ്ടായെന്ന് 1 ദിനവൃത്താന്ത പുസ്തകം 4:43 കാണാൻ കഴിയും. ഹല്ലേലൂയ. പിൽക്കാലത്ത് ഈ അമാലേക്കിന്റെ ഓർമ്മയും കൂടെ നീക്കിക്കളഞ്ഞത് ശിമിയോന്യരാണ്. ഹല്ലേലൂയ എന്ന് കാണാൻ കഴിയും. അപ്പൊ അമാലേക്കിൽ അവസാനമായി ശേഷിച്ചിരുന്ന ഹാമാനെയും പുത്രന്മാരെയും എസ്തേറിന്റെ കാലത്ത് നശിപ്പിച്ചു. ഈ അമാലേക്കിൽ അവസാനമായി നിന്ന വ്യക്തിയാരോ ഹാമാനും ഹാമാന്റെ പുത്രന്മാരുമായിരുന്നു. അങ്ങനെ ശിമിയോനിയർ അമാലേക്കിനെ മായ്ച്ചു കളഞ്ഞിട്ട് പിന്നെയും ഒരു മാമൂല്, ഒരു ഞാഞ്ഞൂര്. ഹല്ലേലൂയ. ഹാമാന്റെ പുത്രന്മാരെയും അങ്ങനെ അമാലേക്കിന്റെ ബാക്കി ശേഷിപ്പുണ്ടായിരുന്ന എസ്തേറിന്റെ കാലഘട്ടത്തിൽ, മൊർദെഖായിയുടെ കാലഘട്ടത്തിൽ അതിനെ പൂർണ്ണമായി നീക്കിക്കളയുക മാത്രമല്ല ഹാമാനെ കഴുമരത്ത് തൂക്കിക്കളഞ്ഞു. അപ്പൊ അമാലേക്കിന്റെ ഓർമ്മ പൂർണ്ണമായി മായ്ച്ചു കളഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വിശ്വാസികൾ പറയട്ടെ, ദൈവമക്കളുടെ നീ അമാലേക്കിന്റെ ഓർമ്മയും വെച്ചുകൊണ്ട് നീ പഴയ പാരമ്പര്യത്തിൽ നിന്നാലുണ്ടല്ലോ ദൈവം നിന്നെ നീക്കിയതാ. രാജസ്ഥാനിൽ വിശ്വാസിയുടെ സ്ഥാനത്ത് പോലും നീക്കിയതാ. നീ കൈയടിക്കും പാട്ടുപാടുകയൊക്കെ ചെയ്യും, പക്ഷെ നിനക്ക് നിത്യതയിൽ എത്താൻ കഴിയത്തില്ല. അല്ലേ എന്ന് പറഞ്ഞാൽ അതും വേണം ഇതും വേണം. എന്നോട് ചില സഹോദരൻ പറയൂ, ഞങ്ങളും അവരും എല്ലാം പിടിക്കുന്ന ഒരു ബൈബിൾ എന്ന് പറഞ്ഞാൽ ഈ വേർപെട്ട കൂട്ടങ്ങൾ പിടിക്കുന്ന ഈ കറുത്ത ചട്ടയിട്ട പുസ്തകമല്ലേ സത്യവേദ പുസ്തകം, അതല്ലേ ബാക്കി എല്ലാവരും പിടിച്ചിരിക്കുന്നത്. അതായത് യാക്കോബ ഓർത്തഡോക്സുകാർ ഈ പുസ്തകം പിടിക്കുന്നത്, മർത്തോമ CSCക്കാർ ഈ പുസ്തകം പിടിക്കുന്നത്, CMSകാർക്ക് ഈ പുസ്തകം പിടിക്കുന്നത്. മറ്റേ ഈ വേർപെട്ട കൂട്ടങ്ങൾക്കൊക്കെ അഭിഷേകമില്ല, അന്യഭാഷയില്ല, കൃപയില്ല, പരിശുദ്ധാത്മാവില്ല, സ്നാനമില്ല, രോഗശാന്തിയില്ല, ബോധശാന്തിയില്ല, വീരപ്രവർത്തകയില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ദുരുപദേശകന്മാരുടെ സംഘടനകളുണ്ട്, പെന്തക്കോസ്തുകളുണ്ട്. അവരെല്ലാം കറുത്ത പുസ്തകം പിടിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ അന്യഭാഷയില്ല,
രോഗശാന്തിയില്ല, ഭൂതശാന്തിയില്ല, വീര്യപ്രവർത്തികളുടെ വരങ്ങളില്ല, അതൊക്കെ നിന്നുപോയി, അതിന് ഇല്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന അമാലേക്കിന്റെ പഠിപ്പീര. അമാലേക്ക് ശക്തി അവരിൽ നിൽക്കുന്നത് കൊണ്ടാണ് സ്വന്തം മനസ്സാക്ഷി ചൂട് വെച്ച് വിവാഹം വേണ്ട. അമാലേക്കിന്റെ ശക്തി അല്ലേലിയ, അതിനകത്തൊരു ലൈംഗികാസക്തി ഉണ്ട് അല്ലേലിയ. അമാലേക്കിന്റെ ഓർമ്മ നീക്കിക്കളയില്ല അല്ലേലിയ. അതുപോലെ ഒരുപാട് വ്യാജ ഉപദേശങ്ങൾ സഭയ്ക്കകത്ത് കരഞ്ഞുകൂടി. അതുകൊണ്ട് അവസാനത്തെ കണ്ണിയായിരുന്ന ഹാമാനെയും പുത്രന്മാരെയും എസ്തേറിന്റെയും മൊർദെഖായിയുടെയും കാലഘട്ടത്തിൽ നീക്കിക്കളഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്റെ ജീവിതത്തിൽ നിന്ന് അമാലേക്കിന്റെ ഓർമ്മയെ നീക്കിക്കളയണം. പ്രൈസ് അമാലേക്കിന്റെ ഓർമ്മയെ നീക്കിക്കളയണം. അതിൽ അവസാനത്തെ കണ്ണിയായിരുന്നു ഹാമാനെയും പുത്രന്മാരെയും എസ്തേറിന്റെ കാലത്ത് നശിപ്പിച്ചു. അങ്ങനെ ആവർത്തന പുസ്തകം 25:19 പ്രവചനികമായ നിർദ്ദേശം സമ്പൂർണമായി നിറവേറി. ഈ ആവർത്തന പുസ്തകം 25:19 പ്രവചനെ പൂർണ്ണമായിട്ട് നിറവേറുന്നത് ഹല്ലേലൂയ ആമേൻ അലിയ ഹാമാനെയും പുത്രന്മാരെയും നീക്കിക്കളഞ്ഞോടുകൂടിയാണ്. അപ്പം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്ന് പറയുന്നത് ആത്മാവിൽ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ആവർത്തന പുസ്തകം 25:19 പറയുന്ന ആ പ്രവചനം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ പാലിക്കണം. നിങ്ങൾ ആ വചനം പഠിച്ചിട്ട് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഒരുപാട് വിമർശിക്കുന്നൊക്കെ എനിക്കറിയാം. വിമർശനമൊന്നും എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. അതിനു വേണ്ടിയിട്ട് കുറെ ആളുകളുമുണ്ട്. ഞാൻ ഈ ദൈവത്തിനൊക്കെ പറയുമ്പോൾ എന്നെ വിമർശിക്കുന്ന ഒരു സഹോദരൻ നിരന്തരം സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത്, അദ്ദേഹം കൊണ്ടുവന്ന് ബാരൂക്ക് എന്തോ ഈ ബാരൂക്ക് എന്നൊക്കെ പറയുന്ന അതേ അങ്ങനെ വേദപുസ്തകത്തിനകത്ത് ഏതോ ആരൊക്കെ ചമച്ചു കൂട്ടി അവരുടെ പുസ്തകത്തിലുണ്ട്. ബാരൂക്ക്, ജ്ഞാനം, മക്കാബീർ എന്നൊക്കെ പറയുന്ന കുറേയൊക്കെ ഉണ്ട്. എന്ത് ബീറായാലും നമുക്ക് കുഴപ്പമില്ല അല്ലേരിയ. മക്കാബീറോ എന്തോ ബീറോ ആക്കട്ടെ അല്ലേരിയ. എന്നെ കേൾക്കുന്നവർ ഇന്നും നമ്മോട് പോരാടുന്ന അമാലേക്കരുണ്ടെന്ന്, ഇന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് പോരാടുന്ന അമാലേക്കരുണ്ട് അല്ലേ. അമാലേക്ക് എന്നാൽ ജഡിയ ഇച്ഛകളെയും സ്വബലത്തെയും ജന്മ സ്വഭാവത്തെയും കാണിക്കുന്നു. അമാലേക്ക് എന്ന് പറഞ്ഞാൽ ജഡിയ ഇച്ഛകൾ, പ്രാകൃത ഇച്ഛകൾ, ആമീൻ. അതുപോലെ ദൈവഹിതമല്ലാത്ത, ദൈവം വെറുക്കുന്ന ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ഇഷ്ടാനുസരണങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആമീൻ ജീവിതത്തിലെ ഇച്ഛകൾ, സ്വബലത്തെ, ജഡസ്വഭാവത്തെ എല്ലാം നീക്കിക്കളയണം ഹല്ലേലൂയ. അപ്പൊ ഇസ്രായേലിലൊരു ദൈവിക പ്രഭുക്കന്മാർ, ഇസ്രായേലാണ് ദൈവത്തിന്റെ പ്രഭു അല്ലെ. യാക്കോബിൽ പറയുന്നത് ദൈവത്തിന്റെ പ്രഭു. അപ്പൊ ഇസ്രായേൽ ദൈവത്തിന്റെ പ്രഭു, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് ദൈവത്തിന്റെ പ്രഭു ഹല്ലേലൂയ ആമീൻ. അല്ലെ അവരെന്താണ് ദൈവത്തിന്റെ പ്രഭു? അവര് അബ്രഹാമിന്റെ മക്കളാണ് ഹല്ലേലൂയ. അവര് അബ്രഹാമിന്റെ സന്തതിയാണ്. എപ്പോഴും നമുക്കുള്ളിൽ ആത്മീയ ഭാഗമുണ്ട്, ജഡീയ ഭാഗമുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആരാണ്? ദൈവത്തിന്റെ പ്രഭു, അബ്രഹാമിന്റെ സന്തതി. അപ്പോൾ തന്നെ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവമക്കളുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലങ്ങളും ആമേൻ ജഡത്തിന്റെ പ്രവൃത്തികളുണ്ട്. ആത്മാവ് ഒരുക്കമുള്ള, ജഡം ബലഹീനമാണ്. ആത്മാവിന്റെ ചിന്ത ജീവന് സമാധാനമാണ്, ജഡത്തിന്റെ ചിന്തയോ മരണമാകുന്നുവെന്ന് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കാൻ കഴിയും. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിച്ച് കാണാൻ കഴിയും ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 6-ാം വാക്യം എന്താണ് പറയുന്നത് നമുക്ക് വായിച്ചു നോക്കാം. ആമേൻ സ്തോത്രം. അവിടെ എന്താ? ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവന് സമാധാനം തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല ഹല്ലേലൂയ. അപ്പൊ ദൈവസഭയ്ക്കകത്ത് ഇരിക്കുന്നെങ്കിലും പലരുടെ ഉള്ളിൽ ജഡത്തിന്റെ ചിന്ത ആ അമാലേക്കിന്റെ ആ ദുർസ്വഭാവങ്ങളെ മാറ്റിക്കളഞ്ഞിട്ടില്ല ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ജഡത്തിന്റെ ചിന്ത മാറ്റിക്കളയണം. ജഡത്തിന്റെ ചിന്ത മരണമാണ് ഹല്ലേലൂയ. ആ ജഡത്തിന്റെ ചിന്തയുമായി നീ ദൈവസഭയ്ക്കകത്തിരുന്ന് പ്രാകൃതമായിട്ട് ആരാധിക്കരുത്. വിശുദ്ധ ആരാധനയ്ക്ക് അതിന്റെ മഹത്വം കൊടുക്കണം. അതുകൊണ്ട് ജഡത്തിന്റെ ചിന്തയെ നീക്കിക്കളയണമെന്ന് ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ടാണ് കർത്താവ് ഇസ്രായേലിലൂടെ നീ അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന്റെ കീഴിൽ നിന്ന് മായ്ച്ചു കളയണമെന്ന് പറഞ്ഞത്. അപ്പം അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന്റെ കീഴിൽ മായ്ച്ചു കളയണം. അത് മൊർദെഖായിയുടെ കാലഘട്ടത്തിൽ നടന്നതെന്ന്. ആമേൻ. ഹാമാൻ എന്ത് ചെയ്തു? മൊർദെഖായിയെ കഴുമരത്തിൽ തൂക്കിക്കളയാൻ വേണ്ടിയിട്ട് മൊർദെഖായിക്ക് വേണ്ടി വലിയൊരു കഴുമരം ഉണ്ടാക്കി. യഹൂദന്മാരെ ദേശത്ത് ഉന്മൂലനാശം ചെയ്യണം, ഇസ്രായേലിനെ ഉന്മൂലനാശം ചെയ്യണ വേണ്ടി ഹാമാനും ഹാമാന്റെ പുത്രന്മാരും ഭാര്യ എല്ലാം കൂടെ കൂടി, അവന്റെ അനുയായികൾ എല്ലാം കൂടെ കൂടി വലിയ പദ്ധതി തയ്യാറാക്കി അഹശ്വേരോശ് രാജാവിനെ ധരിപ്പിക്കുവാൻ വേണ്ടി എല്ലാ ചട്ടവും കെട്ടി. പക്ഷേ അതറിഞ്ഞ മൊർദെഖായി എസ്തേറും വലിയ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്ത് ചെയ്തു? ഹാമാൻ ഒരുക്കിയ കഴുമരത്തിൽ അഹശ്വേരോശ് രാജാവ് ഹാമാനെ തന്നെ തൂക്കിക്കളഞ്ഞു. അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന്റെ കീഴിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യഹൂദനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല.
അല്ലെങ്കിൽ ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവൻ അന്നും ഇന്നും എല്ലാം സ്ഥലത്തുണ്ട്. അതുകൊണ്ട് അമാലേക്കിനെ പൂർണ്ണമായി മാറ്റിക്കളയുന്ന വേദപുസ്തകം. അമാലേക്കിന്റെ ശക്തിയുടെ, അമാലേക്കിന്റെ ആത്മാവിൽ ആരെങ്കിലും യഹൂദനെ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ എഴുന്നേറ്റ, ദൈവമക്കൾക്കെതിരെ എഴുന്നേറ്റാൽ ദൈവം അതിന്റെ അടിവേരറുത്ത് കളയുമെന്ന്. പ്രൈസറോട് അല്ലേലിയ. അതല്ലേ ഹാമാനെ തൂക്കിക്കളഞ്ഞത്. അല്ലേലിയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അതുകൊണ്ട് കർത്താവ് ഇസ്രായേലിൽ നിങ്ങൾ അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തെങ്കിലും മായിച്ചു കളയണം പറഞ്ഞത്. ദൈവമക്കൾ അമാലേക്കാകുന്ന ജഡത്തിന്മേൽ ജയം, അമാലേക്കാകുന്ന ജഡത്തിന്മേൽ ജയം പ്രാപിക്കണം. ദൈവമക്കൾ അമാലേക്കിന്റെ ശക്തിയാണ് ധരിച്ചിരിക്കുന്ന, അമാലേക്കിന്റെ ശക്തി വ്യാപരിക്കുന്ന ജഡത്തിമേ നീ ജയം പ്രാപിക്കണം. അമാലേക്ക് എന്ന് പറയുന്ന ശക്തി നിന്റെ ജഡത്തിൽ നീക്കിക്കളയണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ജയം, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. ഗലാത്യലേഖനം വായിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ഗലാത്യലേഖനം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഗലാത്യലേഖനം അല്ലെങ്കിൽ 5-ാം അധ്യായം 24-ാം വാക്യം വായിക്കും. ഇങ്ങനെയുണ്ട്: ക്രിസ്തുയേശുവിനുള്ളവരുടെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുയേശുവുള്ള ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജഡത്തിന്റെ ഇച്ഛകളെ മാറ്റി കളയണം. റോമാലേഖനം 13-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെയുണ്ട്: കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്. അതെ, കർത്താവായ യേശു ക്രിസ്തുവിനെ യേശുക്രിസ്തുവിനെ ധരിക്കുന്നവൻ മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനെ ചിന്തിക്കത്തില്ല. മോഹങ്ങൾ ജനിപ്പിക്കുന്നത്, ജഡത്തിൽ ചിന്തിപ്പിക്കുന്നത് അമാലേക്കിന്റെ ശക്തിയാണ്. ഉദാഹരണം പറഞ്ഞാൽ, നിന്നെ കള്ളു കുടിക്കാൻ പ്രേരിപ്പിക്കുന്നത്, നിന്നെ പെണ്ണുപിടി വ്യഭിചരിക്കാൻ പ്രേരിപ്പിക്കുന്നത്, നിന്നെ മോഷ്ടിക്കാൻ പ്രേരിപ്പിക്കുന്നത്, പിടിച്ചുപറിക്കാൻ മോഷ്ടിപ്പിക്കുന്നത്, കൈക്കൂലി വാങ്ങാൻ പ്രേരിപ്പിക്കുന്നത്, സഭയ്ക്കകത്ത് കലഹമുണ്ടാക്കാൻ വിശ്വാസികളെ തമ്മിൽ അടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്, സഭയ്ക്കകത്ത് പ്രശ്നം സൃഷ്ടിക്കുന്നതെല്ലാം അമാലേക്കിന്റെ ശക്തിയാണ്. അത് നിന്റെ ജഡത്തിൽ വാഴുന്നു. ആ ജഡത്തിൽ വാഴുന്ന ദുർശക്തിയെ നീക്കളയുവാൻ കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുക. അല്ലെങ്കിൽ മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്. ചില വിശ്വാസികളെ കാണില്ല, അവർ പാസ്റ്റർമാരാണ് ചിന്തിക്കുന്നത്. ചില വിശ്വാസം അവർ ദൈവസഭയിൽ വന്ന് വചനം കേൾക്കും, വചനമൊക്കെ കേട്ട് പഠിക്കും, പലരുടെയും പ്രസംഗം കേട്ട് പഠിച്ചു കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഞങ്ങൾ പാസ്റ്ററെക്കാട്ടി ഒന്ന് ഉയർന്നു പോയി, ഞങ്ങൾ പാസ്റ്ററെക്കാട്ടി പാസ്റ്റർമാരാണ്. സഭയിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. പാസ്റ്ററെക്കാട്ടി വലിയ പാസ്റ്റർമാർ ചമയുന്ന, പാസ്റ്റർമാരുടെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുന്ന, പാസ്റ്റർമാരുടെ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് അതിനെ തെറ്റാണ് പറഞ്ഞ് ഞങ്ങളാണ് കേമ്പന്മാരെന്ന് പറയുന്ന അമാലേക്കിന്റെ ശക്തി സഭയ്ക്കകത്ത് ഈ സെക്രട്ടറി സ്ഥാനത്തും പ്രതിപക്ഷ സ്ഥാനത്തും ഈ സൈഡിൽ സഭയുടെ ചുറ്റിനും 6 കസേര ഇട്ടുണ്ട്, 12 കസേര. അതിനകത്ത് ഒരു അമാലേക്ക് ശക്തിയുണ്ട്. പിന്നെ ഈ മുൻനിരയിലും പിൻനിരയിലും ഇരിക്കുന്നവരും ഉണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല അല്ലേ? ഹല്ലേലൂയ. അപ്പൊ അമാലേക്കിന്റെ ശക്തി സഭയ്ക്കകത്തുണ്ട്. അമാലേക്കിന്റെ ശക്തി ദൈവസഭയ്ക്കകത്ത് മാറ്റിക്കളഞ്ഞിട്ട് നീ കീഴ്പ്പെടണം. ഹല്ലേലൂയ. നീ കീഴ്പ്പെടണം. ആകാശത്തിന്റെ കീഴിൽ നിന്ന് അവന് നീക്കിക്കളഞ്ഞതാ. ഇന്നും അമാലേക്കിന്റെ ശക്തി നിന്നെ തകർത്തുകൊണ്ടിരിക്കുക. എന്നോട് സഭയ്ക്കകത്ത് പാസ്റ്ററെക്കാട്ടി കേമന ഞങ്ങൾ നന്നായിട്ട് പ്രസംഗിക്കും. പാസ്റ്റർ പ്രസംഗം എന്തായിരുന്നു? ചില സൗകര്യമായി പറഞ്ഞില്ലേ, ഇന്നത്തെ പാസ്റ്റർ പ്രസംഗം കൊള്ളത്തേ ഇല്ലായിരുന്നു, ഇന്നത്തെ പാസ്റ്റർ പ്രസംഗം കൊള്ളത്തില്ല, ഇന്നത്തെ ശുശ്രൂഷ ഒരു ഗുണമില്ലായിരുന്നു. മറ്റേ പാസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നാളി വന്ന പാസ്റ്റർ പ്രവാചകനെ വിളിച്ചാൽ എന്താ? പാസ്റ്റർ എന്നും തന്നെ ശുശ്രൂഷിക്കണം. പാസ്റ്റർ വേറെ ആളെ വിളിച്ച അമാലേക്കിന്റെ ശക്തിയുള്ള ചില സഹോദരിമാർ വന്ന് പറയും, അമാലേക്കിനെ വേറെ വിളിക്കണമെന്ന് പറയും. ഞങ്ങളുടെ പാസ്റ്റർ ഇഷ്ടമില്ല, ഞങ്ങളുടെ പാസ്റ്റർ ശുശ്രൂഷിക്കാൻ അറിയത്തില്ല, ഞങ്ങളുടെ പാസ്റ്റർ സൗന്ദര്യമില്ല, ഞങ്ങളുടെ പാസ്റ്റർ പാസമില്ല, പാസ്റ്റർക്ക് വിദ്യാഭ്യാസം സൗന്ദര്യമില്ല. അമാലേക്കിന്റെ ശക്തിയാൽ നിറയപ്പെട്ട് നിൽക്കുന്ന സഹോദര, നിന്റെ ആത്മീയ അഭിനയത്തെ മാറ്റിക്കളഞ്ഞിട്ട് നീ മാനസാന്തരപ്പെടണം കേട്ടോ. നീ സഭയെ തകർക്കാനായിട്ട് വരരുത്, പാതാള ഗോപുരമായിട്ട് വരരുത്. ഈശ്വരൻ സഭ ദൈവത്തിൻ്റെതാണ്, സഭ ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതാണ്. ദൈവസഭയുടെ ഇടയൻ എന്ന് പറയുന്നത് ദൈവമാക്കി വെച്ചതാണ്. അല്ലേ? അപ്പൊ നമ്മൾ ഈ അമാലേക്കിന്റെ ശക്തി മാറ്റിക്കണം. അപ്പം ജഡത്തെ ക്രിസ്തുവേശുവിനുള്ളവർ അമാലേക്കിനുള്ളവരല്ല, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിക്കണം. അപ്പൊ അമാലേക്കിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഗലാത്യലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അമാലേക്കിന്റെ സ്വഭാവം കാണാൻ കഴിയും. ജഡത്തിന്റെ പ്രവൃത്തികൾ അമാലേക്കിനെ ആകാശത്തിന് കീഴിൽ പൂർണ്ണമായി മായ്ച്ചു കളഞ്ഞു. അമാലേക്കിനെ ജഡത്തിൽ നിന്ന് പൂർണ്ണമായി മായ്ച്ചു കളഞ്ഞ ദൈവമക്കളുടെ സ്വഭാവം ഗലാത്യലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം തൊട്ട് വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ.
അതുകൊണ്ട് നമ്മൾ അമാലിക്കിന്റെ ശക്തിയെ നിറഞ്ഞു നിൽക്കാതെ നീക്കിക്കളയണം. 80 വയസ്സ് പ്രായമുള്ള ഒരു അപ്പൂപ്പൻ പറയുക, എന്റെ യൗവനപ്രായത്തിൽ എത്രമാത്രം ജഡിയും ഇച്ഛയോടെയും പോരാടേണ്ടി വന്നോ അതിലും അധികം ഇച്ഛകളോട് ഞാൻ ഇപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നു. 80 വയസ്സുള്ള അപ്പച്ചൻ പറഞ്ഞ പുസ്തകത്തിൽ വായിച്ചത് കേട്ടോ. ഒരു ശക്തനായ ദൈവദാസൻ. ആ ദൈവദാസൻ കള്ളമൊന്നും പറയത്തില്ല, അദ്ദേഹം സത്യസന്ധമായ കാര്യങ്ങളെ പറയുള്ളൂ. അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് ശുശ്രൂഷ പാരമ്പര്യമുണ്ട്. കുടുംബം തന്നെ ശുശ്രൂഷയിലുള്ളതാണ്. ആ ശുശ്രൂഷകൻ ദൈവദാസൻ എഴുതിയ പുസ്തകത്തിലാണ് 80 വയസ്സുള്ള അപ്പൂപ്പൻ അദ്ദേഹത്തോട് പറയുകയാണ്, എന്റെ യൗവനപ്രായത്തിൽ ഞാൻ എത്രമാത്രം ജഡിയിച്ചോട് പോരാടിയോ അതിലും മതി ഇച്ചലോട് 80ാമത്തെ വയസ്സിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണെന്ന്. എന്റെ ശരീരം മൂത്തുവെങ്കിലും എന്റെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും യൗവനത്തിലെ തന്നെയാണ്. ഇന്ന് അങ്ങനത്തെ ഒരുപാട് ആളുകൾ നമ്മുടെ സഭയ്ക്കകത്തില്ലേ? ആ 80, 60, 70, 80 വയസ്സായിട്ടും ഇന്ന് യൗവനക്കാരനാണ്. യൗവനക്കാരുടെ ചിന്ത, യൗവനക്കാരുടെ മനോഭാവവും യൗവനക്കാരുടെ ശരീരത്തെ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് നിൽക്കുന്ന അനവധി ആളുകളെ ദൈവസഭയ്ക്കകത്ത് കാണത്തില്ലേ? നീ മരിച്ചിട്ടില്ല, നിന്റെ പാപത്തെ നീ നീക്കിക്കളഞ്ഞിട്ടില്ല, നിന്റെ ഉള്ളിൽ അമാലേക്കിന്റെ ശക്തി നീക്കിക്കളഞ്ഞ 80 വയസ്സായിട്ട് നിന്നും നീ യൗവനപ്രായത്തിലെ ചിന്തകളാണ്, ആഗ്രഹങ്ങളാണ്, മോഹങ്ങളാണ് നിന്റെ ഉള്ളിൽ വാഴുന്നതെന്ന് പറയുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന 60 കഴിഞ്ഞ 60, 70, 80 ഒക്കെ ഇടയിലേക്ക് നിൽക്കുന്ന പ്രിയപ്പെട്ടു പറയട്ടെ, നിന്റെ ഉള്ളിൽ അമാലേക്കിന്റെ ശക്തിയെ നീക്കിക്കളയണം. അല്ലാതെ നീ ഇന്നും എന്റെ പഴയ യൗവനത്തിലാണ് ഞാൻ നിൽക്കുന്നു പറഞ്ഞ് ദൈവസഭയ്ക്ക് നീ കീഴ്പ്പെടണം, താഴ്മ ധരിക്കണം. ദൈവസഭ ശുദ്ധീകരിക്കപ്പെടണം. കർത്താവ് യേശുക്രിസ്തു മധ്യാകാശ വരവെങ്കിൽ ജഡത്തിന്റെ ചിന്ത നീക്കിക്കളഞ്ഞില്ലെങ്കിൽ നിനക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം നിൽക്കുന്നത്, യൗവനത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ, എന്റെ ചിന്ത ഇപ്പോൾ ഇച്ഛകൾ കൊണ്ട് നിറയപ്പെട്ടവൻ, ആഗ്രഹങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതാണ് എന്നൊക്കെ ഈ അപ്പച്ചൻ പറഞ്ഞെന്നാണ്. അത് അമാലേക്കിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം 80 വയസ്സുള്ള അപ്പച്ചന്റെ ഉള്ളിൽ നിന്ന് അമാലേക്കിന്റെ ഓർമ്മ മാറിപ്പോയിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 50, 60, 70 വയസ്സുള്ള എത്രയോ ഇടയന്മാര് എല്ലാം ഈ ക്രൈസ്തവ വിഭാഗത്തിലാകട്ടോ, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ക്രൈസ്തവ കൂട്ടത്തിലുണ്ട്, എത്രയോ ഇടയന്മാർ അമാലേക്കിന്റെ ചിന്ത ഉള്ളിൽ വന്നിട്ട് ആ യൗവനപ്രായത്തിലെ ചിന്തയാൽ അവർ പാപത്തിൽ വീണുപോയി. അമാലേക്കിന്റെ ചിന്തയുള്ള സഹോദരന്മാർ, സഹോദരിമാർ, നിന്റെ ജീവിതത്തിലെ അമാലേക്കിന്റെ ചിന്തയെ മായ്ച്ചു കളയണം. ഇല്ലെങ്കിൽ നിന്റെ ജീവിതം തവിടുപൊടിയായി മാറും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നാം പാപത്തിൽ ഗർഭം ധരിക്കുന്നതിനാൽ ആ കുഞ്ഞ് വളരും തോറും അവന്റെ മാംസത്തിലുള്ള ഓരോ അണുക്കളും പാപസന്തോഷങ്ങൾ അനുഭവിക്കുവാനായി വെമ്പൽ കൊള്ളും. നമ്മൾ കുഞ്ഞ് ജനിക്കുന്നത്, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അകൃത്യത്തിൽ ഉരുവായെന്നാണല്ലോ നമ്മൾ 51-ാം സങ്കീർത്തനം വായിക്കുന്നത്. അപ്പം പാപത്തിൽ ജനിക്കുന്ന, അകൃത്യത്തിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞ് ഭൂമി ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് വളരും തോറും ഹല്ലേലൂയ ആ പാപത്തിന്റെ ഇച്ഛയോട്, പാപത്തിന്റെ ആ പോരാട്ടം, ആ കുഞ്ഞിന്റെ മാംസത്തിലുള്ള അണുക്കൾ, സന്തോഷം, ആ പാപത്തിന്റെ സന്തോഷം അതിന്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കും. ആ പാപം ആ കുഞ്ഞിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ എന്ത് ചെയ്യണം? അവനെ ദൈവസേനയിൽ സമർപ്പിച്ചു കൊടുത്തിട്ട് അമാലേക്കിന്റെ ചിന്തയെ കുഞ്ഞിന്റെ ഉള്ളിൽ ആ രോഗാണു വളരാതിരിക്കാൻ വേണ്ടി ആ കുഞ്ഞിനെ നമ്മൾ എപ്പോഴും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനെ ഒരാൾ രക്ഷിതാവും പിതാവായി സ്വീകരിക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഉള്ളിലെ ആ അമാലേക്കിന്റെ അണുക്കൾ നശിച്ചു പോവുകയാണ്. അമാലേക്കിന്റെ അണുക്കൾ നശിക്കാത്തിടത്തോളം കാലം നിന്റെ ഉള്ളിൽ ആ രോഗാണു നിന്നെ കൊണ്ട് നാശം വിതയ്ക്കും. അല്ലേ? അതുകൊണ്ടാണ് ഈ അമാലേക്കിന്റെ ആ അവസ്ഥ. നിങ്ങളുടെ ഉള്ളിൽ ആ രോഗാണു ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇന്നും ഈ പരസംഗത്തിനും വ്യഭിചാരത്തിനും അശുദ്ധിക്കും ദുഷ്കാമത്തിനും എന്ന് വേണ്ട സകല അശുദ്ധമായതിനും കൈക്കൂലി, അഴിമതി, കരിഞ്ചന്തി, വ്യാജവും കളവും ഒക്കെ പറയുന്നത് അമാലേക്കിന്റെ ശക്തി നിന്നിലുള്ളത് കൊണ്ടാണ്. ആ അണുവിനെ നീക്കിക്കളയണം. വീണ്ടും ജനിച്ച ദൈവമക്കൾ ഉള്ളിൽ നിന്ന് ആ അണുവിനെ നീക്കിക്കളയണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഹല്ലേലൂയ പാപസന്തോഷങ്ങളിലേക്ക് നമ്മൾ പോകരുത്. ഈ പ്രപഞ്ചത്തിന്റെ ലോകാധിപതിയും വ്യഭിചാരാത്മാവുള്ള അശുദ്ധമായ ചിന്തകളെയും ഹല്ലേലൂയ നിങ്ങളുടെ ഉള്ളിൽ നീക്കിക്കളയണം. ഹല്ലേലൂയ. സ്തോത്രം. അവന്റെ ആത്മാവിനെ പിഴിഞ്ഞുകൊണ്ടിരിക്കും. ഈ ലോകത്തിൽ അമാലേക്കിന്റെ ശക്തി, അമാലേക്കിന്റെ ആത്മാവ്, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ആത്മാവിനെ ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കും ഏതെങ്കിലും വിധത്തിൽ നശിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് പൗലോസിന്റെ പ്രാരംഭ നാളുകളിൽ അവന് മാംസത്തോട് എതിർത്ത് പോരാടേണ്ട അവസ്ഥയിൽ ഏർപ്പെട്ടു. പല സന്ദർഭങ്ങളിൽ അവൻ പരാജയത്തെ തലോടേണ്ടി വന്നപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിനെ ആർ വിടുവിക്കുമെന്ന്.
റോമാലേഖനം 7:24 എന്ന് പറഞ്ഞാൽ പലപ്പോഴും പൗലോസിന്റെ ജീവിതത്തിന്റെ അമാലേക്കിന്റെ ശക്തി വന്നു. തന്റെ ജഡത്തെ ബലഹീനമാക്കാൻ, തന്റെ ജഡത്തെ വലിയ പാപത്തെ പ്രോത്സാഹിപ്പിക്കാൻ, ദൈവത്തിനെ അകത്തിക്കളയുവാൻ, ദൈവത്തിനെ മാറ്റിക്കളയുവാൻ വേണ്ടിയിട്ട് പൗലോസിന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന വിധത്തിൽ പൗലോസിനുടെ അമാലേക്കിന്റെ ശക്തി പോരാടി. അങ്ങനെ പൗലോസിന്റെ അമാലേക്കിന്റെ ശക്തി പോരാടിയപ്പം പൗലോസ് പറയാണ്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അതീതമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്ന് റോമാലേഖനം 7:24 വായിച്ചാൽ കാണാൻ കഴിയട്ടോ. അതിന് മറ്റൊരു വ്യാഖ്യാനം നമുക്ക് പറയാൻ സമയമില്ല. അരിഷ്ട മനുഷ്യന് പറഞ്ഞതിന്റെ കാരണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ അമാലേക്കിന്റെ ശക്തിയെ നീക്കിക്കളയണം. അമാലേക്കിന്റെ ശക്തിയെ നീക്കിക്കളയാത്തുള്ള കാലം നിനക്ക് ആത്മീയമായി അനുഗ്രഹിക്കപ്പെടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്കുന്ന ദൈവമക്കളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം പോരാട്ടങ്ങൾ വരുമ്പോൾ അമാലേക്കിനെ നശിപ്പിച്ചു കളയുവിൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ കടന്നു വരുമ്പോൾ അമാലേക്കിന്റെ ശക്തി നീക്കിക്കളയണം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കുടുംബത്തിനകത്ത് കലമുണ്ടാക്കുന്ന, ഭാര്യ ഭർത്താക്കൾ തമ്മിൽ കലഹിക്കുന്നവർ തമ്മിൽ ഡിവോഴ്സ് ആകുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ വീട്ടിൽ അപ്പനും മക്കളും തമ്മിൽ അടിക്കുന്നു, വസ്തുതർക്കങ്ങൾ ഉണ്ടാകുന്നു, അതിരെ കൊണ്ടുന്നു. അമാലേക്കിന്റെ ഓർമ്മയാണ് അമാലേക്കിന്റെ അവസാന സന്തതിയെ ഹാമാനെ പുത്രന്മാരി എസ്തേറിന്റെ മൊർദെഖായിയുടെ കാലഘട്ടത്തിൽ ഭൂമി ആകാശത്തേക്ക് പൂർണ്ണമായി മായ്ച്ചു കളഞ്ഞതാണ്. അതുകൊണ്ട് നിന്റെ ഉള്ളിൽ അമാലേക്കിന്റെ ശക്തി വളരരുത്. ആവർത്തന 25:19 പ്രവചനം നിന്റെ ഉള്ളിൽ നിറവേറണം. ഹല്ലേലൂയ, സ്തോത്രം. അല്ല, ഇന്നത്തെ ദൈവമക്കൾ പലരും സിഗരറ്റ് വലിക്കുന്നുണ്ട്, പുക വലിക്കുന്നുണ്ട്, വെറ്റില തിന്നുന്നവരുണ്ട്, തുളസിപ്പാക്ക് തിന്നുന്നവരുണ്ട്, അല്ലെങ്കിൽ ഈ മൃഗം ചൂങ്ങിയിട്ട് ചവച്ച് തുപ്പി ചവച്ച് തുപ്പി മനുഷ്യന്റെ മുമ്പിൽ വെറും ഹീനമായി നടക്കുന്നവരുണ്ട്. എന്നിട്ട് എവിടെയും ചവച്ച് തുപ്പിയിട്ടും പിന്നെ റോഡിനെ പോകുന്ന ചെരുപ്പെ പറ്റി, അവരുടെ സാരിയെ പറ്റി, അവരുടെ പാൻറ്റെ തെറ്റി അവർക്ക് വീട്ടിൽ പണി ഉണ്ടാക്കി കൊടുക്കുന്ന അമാലേക്കിന് ശക്തിയുള്ള ദൈവസഭയ്ക്കകത്ത് പാസ്റ്റർമാരും വിശ്വാസമുള്ള ഈ ചൂങ്ങിയ മൃഗം തിന്നുന്നേ. ഹല്ലേലൂയ. ബിയർ കുടിക്കുന്നവരെ, ഹല്ലേലൂയ, അമാലേക്കിന്റെ ഓർമ്മ നീ മായ്ച്ചു കളയാതെ വിശ്വാസത്തിൽ നീ കൈയടിച്ചതുകൊണ്ട് പാട്ടുപാടി പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എന്നും ദൈവത്തിനായവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്ന. കുരുടന്റെ കാഴ്ച കുരുടന്റെ കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ കുരുടന്റെ അനുഭവത്തിലുള്ള ബന്ധത്തിൽ നമുക്ക് യോഹന്നാന്റെ വിഷയത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. നിങ്ങളുടെ ജഡത്തെ അതിന്റെ ആശാമോഹങ്ങളെ ക്രൂശിൽ തറയ്ക്കണം. മാത്രമല്ല, ജഡീയ ഇച്ഛകളെ പ്രേരിപ്പിക്കുന്ന ശക്തികളെ അഗ്നി അഭിഷേകത്താൽ ചുട്ടുകളയണം. അപ്പോൾ വിശുദ്ധി പ്രാപിപ്പാനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പെന്തക്കോസ്ത് നാളിലെ അഗ്നിയുടെ അഭിഷേകം ഭക്തൻ 120 ഇറങ്ങി വന്നു കഴിയുമ്പോൾ അവരുടെ ജഡത്തെ ഭയപ്പെടുന്നവരെ ഭയപ്പെടുത്തി വന്ന അമാലേക്കിന്റെ ശക്തിയെ അവർ ചുട്ടുകളഞ്ഞു. ആത്മാവിന്റെ അഭിഷേകത്താൽ അതിനെ കരിച്ചു കളഞ്ഞു. ആത്മാവിൽ അവർ അപ്പോസ്തലന്മാർ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സക്കറിയാവിന്റെ പുസ്തകം 4-6 വാക്യം വായിക്കുന്ന, സൈന്യത്താലും ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ എത്രയെന്ന് സൈന്യങ്ങളെ യഹോവ അരുളിച്ചെയ്യുന്ന സെരുബ്ബാബേലിനുള്ള ബന്ധത്തിൽ, ആലയത്തിന്റെ പണിയുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്ന പോലെ സൈന്യത്താലുമല്ല ശക്തിയുള്ള ആത്മാവിന്റെ ശക്തിയാൽ നിന്റെ ജഡത്തിലെ അമാലേക്കിന്റെ ശക്തിയെ നീ നീക്കിക്കളയണം. പ്രൈസലോ. ഞാനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം എന്താണ്? ആവർത്തന 25-19 വാക്യം. ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി കീഴടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയണം. ഹല്ലേലൂയ. എന്നിട്ട് പറയും, ഇത് മറന്നു പോകരുതെന്ന്. അതെ, ഇത് മറന്നു പോകരുത് സഹോദര. ഇന്നും അമാലേക്കിന്റെ ശക്തിയിലാണോ നീ സഭയ്ക്കകത്ത് ഇരിക്കുന്നത്? ആരാധിക്കാൻ സഭയ്ക്കകത്ത് അമാലേക്കിന്റെ ശക്തിയാണ് നിന്നെ വ്യാപരിക്കുന്നെങ്കിൽ അതുകൊണ്ടാണ് നീ പ്രശ്നക്കാരനായി മാറുന്നത്. അതുകൊണ്ടാണ് സഭയ്ക്കകത്ത് അടിയുണ്ടാകുന്നത്. CSIയിലെ അച്ഛന്മാർ തമ്മിലടിച്ചു, യാക്കോബ് ഓർത്തഡോക്സിലെ അച്ഛന്മാർ തമ്മിലടിച്ചു, പെന്തക്കോസ്തിലെ പാസ്റ്റർമാർ തമ്മിലടിച്ചു, ക്രൈസ്തവ സഭയിലെ പുരോഹിതന്മാർ തമ്മിലടിച്ചു. എന്തുകൊണ്ട്? അമാലേക്കിന്റെ ശക്തി നിൽക്കുന്നു. മറ്റു സമയത്തിൽ ഞാൻ പറഞ്ഞാൽ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിനകത്ത് വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. കർത്താവ് വരെ സമയമായി. അമാലേക്കിന്റെ ഓർമ്മ മായ്ച്ചു കളയണം. ആത്മാവിന്റെ അഭിഷേകത്താൽ, അഗ്നി അഭിഷേകത്താൽ ജഡത്തിലെ അമാലേക്ക് ശക്തിയെ ചുട്ടുകളയണം. കണ്ണുകൾ അടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ ദൈവത്തെ കേട്ട് കർത്താവേ, അതിനെ ധ്യാനിക്കുന്ന ചിന്തിക്കുന്ന എല്ലാ വ്യക്തികളുടെ ഉള്ളിൽ നിന്ന് അമാലേക്കിന്റെ ശക്തിയെ നീക്കിക്കളഞ്ഞ് കർത്താവേ, അമാലേക്കിന്റെ ശക്തിയെ ശിമിയോന്റെ കാലഘട്ടത്തിൽ നീക്കാൻ കഴിയാത്ത ബാക്കി നിന്ന ആ മാമൂലിനെ എസ്തേറിന്റെ മൊർദെഖായിയുടെ കാലഘട്ടത്തിൽ നീക്കിക്കളഞ്ഞതുപോലെ ദൈവമക്കളുടെ ജീവിതത്തിൽ അമാലേക്കിന്റെ ഓർമ്മയെ ശക്തിയെ നീക്കിക്കളഞ്ഞ് അഗ്നി അഭിഷേകത്താൽ നിറയപ്പെട്ട് ശുദ്ധീകരണം പ്രാപിപ്പാൻ പ്രേരിപ്പിക്കുന്നു.
കേരളത്തിലും ഭാരതലോകനെ 800 കോടി ജന രാജ്യരാഷ്ട്ര തലവും നല്ല ഭരണ സംവിധാനങ്ങളിൽ ഇരിക്കുന്നവരെയും എല്ലാ മതസാമൂഹ്യ സംസ്കാര മാധ്യമ മീഡിയ സൈനിക എഞ്ചിനും അടക്കമുള്ള ഭരണപക്ഷ പാർട്ടികളെയും ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യുവനത്തിൽ വാർത്തയിലാനും വൃത്തശന യാച റോപ്പണം ചൂണ്ടൽ വിവിധ തടവറയിലായിരിക്കുന്ന സകല ജനത്തെ ഇവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് അമാലേക്ക് രസിക്കാൻ പല കുടുംബങ്ങളും പല ജീവിതങ്ങളും ആത്മീയമായി തകർന്നുകൊണ്ടിരിക്കും. പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് പോലെ കർത്താവ് അങ്ങനെയുള്ള ജീവിതങ്ങൾ മടങ്ങി വന്ന് ദൈവസഭ ശുദ്ധീകരിക്കപ്പെടണം. ദൈവസഭയ്ക്കകത്ത് ദൈവമക്കൾ ആത്മാവിൽ ആരാധിക്കുന്നത് ആത്മാവിന്റെ അഭിനയമായി മാറാതെ ആത്മാവിന്റെ ആരാധന അനുഭവമായി അമാലേക്കിന്റെ ഓർമ്മയെ പൂർണ്ണമായി ജഡത്തിൽ നീക്കിക്കളഞ്ഞ് ആത്മാവിന്റെ ആരാധിപ്പാൻ ദൈവസഭയെ ദൈവമക്കളെ ഒരുക്കണമേ. സകല ഭക്തി ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.